കമോൺ ഗൈസ്. അപ്പൊ തന്നേല് കണ്ട് എല്ലാരും ഓടി വന്നതല്ലേ. അപ്പൊ അതിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് വില കുറഞ്ഞ രീതിയിൽ ഇഷ്ടം പോലെ ക്യാൻവാസ് ഉണ്ടാക്കി എടുത്താലോ. അപ്പൊ ഞാൻ ഇവിടെ രണ്ട് മെത്തേഡ് കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ ഒന്നാമത്തെ മെത്തേഡ് കാണാം. അപ്പൊ ഞാൻ അതിനിവിടെ എടുത്തേക്കുന്നത് ക്യാൻവാസിന്റെ റോളും ഉണ്ട്, അതേപോലെ കാർഡ്ബോർഡും ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്താലോ. അപ്പൊ ഇതേപോലെ ക്യാൻവാസ് റോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈൻ ആണെങ്കിലും നമുക്കല്ലാതെ ക്രാഫ്റ്റ് ഷോപ്പിലും ഒക്കെ കിട്ടും. അപ്പൊ മീറ്ററിന് നമുക്കനുസരിച്ച് മുറിച്ച് വാങ്ങാവുന്നതാണ്. മീറ്ററിന് എന്തായാലും ഒരു 100 രൂപ താഴെയൊക്കെ വരത്തുള്ളൂ. അതും പല കമ്പനിയുടെ ഒക്കെ കാണും. അപ്പൊ അതിനനുസരിച്ച് വാങ്ങിയാൽ മതി. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു ഷീറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്ന മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10x10 സെന്റിമീറ്റർ ആണ് എനിക്ക് വേണ്ട സൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുക്കുന്ന സൈസിനേക്കാളും ഒരു 3 സെന്റിമീറ്റർ കൂട്ടി വേണം നമ്മൾ എടുക്കാൻ. അപ്പൊ അതുകൊണ്ട് 13x13 സെന്റിമീറ്ററിലാണ് ഞാൻ മുറിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ബാക്ക് സൈഡിലും കവർ ചെയ്യുന്ന രീതിക്ക് വേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ഒരു 3 സെന്റിമീറ്റർ എങ്കിലും കൂട്ടിയെടുക്കണം. അതിനനുസരിച്ച് വേണം വരയ്ക്കാൻ. അപ്പൊ നിങ്ങൾ ലെങ്ത് കൂട്ടുന്ന അനുസരിച്ച് അതിനനുസരിച്ച് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് എടുത്ത് വേണം ആദ്യമേ മുറിക്കാൻ. അത് മറക്കരുത്. അങ്ങനെ തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിത് പക്കയാക്കാൻ പറ്റൂ. അപ്പോൾ ഇതേപോലെ 13x13 സെന്റിമീറ്റർ എടുത്തു. നമുക്കെന്താ ഇതിനെ മുറിച്ചെടുക്കാം. അപ്പോൾ സെറ്റായില്ലേ. ഇനി എന്താ, നമുക്ക് കാർഡ്ബോർഡ് എടുക്കാം. കാർഡ്ബോർഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 10x10 സെന്റിമീറ്റർ തന്നെ എടുക്കണം. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് തന്നെ നമുക്ക് മുറിച്ചെടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നിൽക്കുന്ന രീതിക്കാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ശരിക്കും എത്രയാണോ മെഷർ വേണ്ടത്, നമ്മൾ എത്ര ഉദ്ദേശിക്കുന്ന ക്യാൻവാസിൻ്റെ ലെങ്ത് ഒക്കെ നമ്മൾ എത്രയാണോ ഉദ്ദേശിക്കുന്നത് ആ കറക്റ്റ് തന്നെ വേണം നമുക്ക് കാർഡ്ബോർഡിൽ എടുക്കാൻ വേണ്ടി. എന്നാൽ മാത്രമേ നമുക്കത് ഫുൾ കവർ ചെയ്തിട്ട് എന്താ കറക്റ്റ് പക്കയാക്കി നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ ഞാൻ ഫുൾ മെഷർ ചെയ്ത് ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് രണ്ടും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് ഇതേപോലെ വെച്ചിട്ടാണ് നമുക്ക് ഒട്ടിക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് 1.5 സെന്റിമീറ്റർ നമ്മൾ ഇതേപോലെ 4 സൈഡിലും നമ്മൾ വരച്ചെടുക്കണം. എന്നിട്ട് വേണം അതിനകത്ത് ഇതാക്കാൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രണ്ട് ഷീറ്റിൽ നമ്മൾ വരയ്ക്കരുത്. ഞാൻ അറിയാണ്ട് ഫ്രണ്ടിലാണ് വരച്ചത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിൽ ഗ്ലൂ ഗൺ ഒട്ടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് 4 ഐസ്ക്രീം സ്റ്റിക്ക് വേണം. അതിൽ നമുക്ക് ഇതേപോലെ മെഷർമെൻറ്റ് എടുക്കണം. അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ സൈസ് എത്രയാണോ അത്രയും എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 10 സെന്റിമീറ്റർ ആണ് എടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും കർവ് മാറ്റിയിട്ട് വേണം നമ്മൾ എടുക്കുക. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യുക. ബാക്കി 3 ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് ഒട്ടിച്ച് സെറ്റ് ആക്കിയായിരുന്നല്ലോ. അപ്പോൾ ഇതേപോലെ വേണം നമ്മൾ 4 സൈഡിലും ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ ഇതേപോലെ നമ്മൾ നല്ല രീതിയിൽ ഗ്ലൂ തൂത്തിട്ട് ഇതേപോലെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതേപോലെ നമുക്ക് 4 സൈഡും ചെയ്താലോ. അപ്പോൾ അത്രയും സെറ്റായില്ലേ. ഇത് നമുക്ക് 4 സൈഡ് നല്ല പെർഫെക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ മാസ്കിംഗ് ടേപ്പ് എടുത്തിട്ട് നമുക്ക് ഫുൾ ചുറ്റിയെടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു ഫിനിഷിങ്ങോടെ ഇരിക്കും 4 സൈഡും. ഇനി നമുക്ക് അവിടെ ഒരു ചെറിയ സ്ക്വയർ വരുന്നില്ലേ 4 സൈഡിലും, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ബാക്കി ഭാഗം നമുക്ക് സിമ്പിളായിട്ട് ആ ഐസ്ക്രീം സ്റ്റിക്കിലോട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് പക്കയായിട്ട് കിട്ടും. അപ്പോൾ സെറ്റായില്ലേ. ഞാൻ ഓൾറെഡി പെൻസിലിട്ട് വരച്ചുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ രണ്ടാമത്തെ കണ്ടാലോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ക്യാൻവാസ് ഷീറ്റ് എടുക്കാം. അതിൽ 15x15 സെന്റിമീറ്റർ ആണ് ഞാൻ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ക്യാൻവാസ് ബോർഡ് എന്ന് വെച്ചാൽ കാർഡ്ബോർഡിൽ നമ്മൾ ഡയറക്റ്റ്ലി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒട്ടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിൽ കറക്റ്റ് ഫിക്സ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 15 സെന്റിമീറ്ററിൽ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിലിരിക്കും. അപ്പോൾ ഇതേപോലെ ഞാൻ ഫുൾ സൈഡിലും മെഷർമെൻറ്റ് എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാർഡ്ബോർഡ് എടുക്കുമ്പോൾ കാർഡ്ബോർഡ് നമ്മൾ 10 സെന്റിമീറ്റർ സെയിം തന്നെ നമുക്ക് വേണ്ട അളവ് തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് അതും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതേലോട്ട് ഇതങ്ങ് ഒട്ടിച്ച് കൊടുക്കാം. കറക്റ്റ് നമ്മൾ നടുക്ക് വരുന്ന രീതിക്ക് ഒട്ടിക്കണം. നമ്മളല്ലാതെ മെഷർ ചെയ്തിട്ടൊന്നും അല്ല എടുക്കുന്നത്. ഇനി ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കാർഡ്ബോർഡിനോട് ചേർത്ത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യരുത്. കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം 4 സൈഡും കട്ട് ചെയ്യാൻ. എന്നിട്ട് ഇതേപോലെ 4 സൈഡും നല്ല രീതിയിൽ ചേർത്ത് നമുക്ക് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഫിനിഷിങ്ങോടെ ഇരിക്കും. അപ്പോൾ അതും പക്കയായാലേ. ഇനി ബാക്ക് സൈഡ് നമുക്ക് കവർ ചെയ്യാം. ഇതേപോലൊരു ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ബാക്ക് സൈഡും നല്ല ഫിനിഷിങ്ങോടെ ഇരിക്കും. അപ്പോൾ സെറ്റായില്ലേ. അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല ഫിനിഷിങ്ങോടെ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും പക്കയായില്ലേ. അപ്പോൾ 2 മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. എളുപ്പമുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ.